ഞാനൊക്കെ ശരിക്കും പറയുകയാണെങ്കിലേ ഈ വിഷു എത്തിയെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാ അറിയോ? കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വർഷവും കണിക്കൊന്ന പൂത്ത് വിഷുവിനെ വരവേൽക്കാനായിട്ട് നിൽക്കുവാണ് കേട്ടോ. ഇപ്രാവശ്യത്തെ വിഷു സ്പെഷ്യലിൽ ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത് അടപ്പായസമാണ്. അതും ക്യാരറ്റ് അടയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ 2 വലിയ ക്യാരറ്റ് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വേവിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നമുക്കൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കാഷ്യൂനട്ട് റൈസിൻസ് നമ്മളിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഞാൻ കാഷ്യൂനട്ട് റൈസിൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം പറയുകയാണ്, ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് റൈസിൻസും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു പായസം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ വറുത്തതിന് ശേഷം ഇതിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇതേ നെയ്യിലേക്ക് തന്നെയാണ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ടിട്ട് നല്ല പോലെ സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3 കപ്പോളം ക്യാരറ്റ് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. 3 കപ്പ് ക്യാരറ്റിലേക്ക് നമ്മൾ ഒഴിച്ച 2 ടേബിൾ സ്പൂൺ നെയ്യ് മതിയാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുന്നത് ആദ്യം നമ്മൾ ഈ ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുത്ത് പകുതി ആവുന്ന സമയത്താണ് കേട്ടോ. ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. പഞ്ചസാര നന്നായിട്ട് ഉരുകി ഈ ഒരു ക്യാരറ്റിലേക്ക് നന്നായിട്ട് പിടിച്ചു വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 3 ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പാല് മാത്രമല്ല, ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. 3 ലിറ്റർ പാലിലേക്ക് 4.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ടത്. ഞാൻ ഇതിലേക്ക് പാലട മിക്സാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ മദേഴ്സിൻ്റെ പാലട മിക്സാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് വേറെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. മാത്രമല്ല ഏലക്കാപ്പൊടി ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ടി വരുന്നില്ല. പക്ഷെ നിങ്ങൾ പാലട മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ പാലടയും പിന്നെ പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ഞാനിവിടെ 2 പാക്കാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതായത് ഒരു 600 ഗ്രാമോളം ഉണ്ട്. ഇതിൽ കാഷ്യൂനട്ട് റൈസിൻസും ഒക്കെ വറുത്ത് വരുന്നുണ്ട് കേട്ടോ. എന്നാലും നമുക്കിതിലേക്ക് കുറച്ചുകൂടെ കാഷ്യൂനട്ട് റൈസിൻസും വേണം കേട്ടോ. ഇനി നമ്മളിത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരറ്റ് പ്യൂരി ഉണ്ടല്ലോ, അത് ഏകദേശം ഒരു 1.25 കപ്പോളം ഉണ്ടായിരുന്നു. അത് നമ്മളിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മളിതിൽ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ചൂട് പാലങ്ങ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ സാധാരണ പാലട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. സാധാരണ പാലടയിൽ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കാറില്ല കേട്ടോ. പാല് വറ്റിച്ച് ആണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒഴിച്ച ആ വെള്ളത്തിൻ്റെ അളവൊക്കെ കുറുകി വരുന്ന സമയത്തുണ്ടല്ലോ, ഈ ഒരു പരുവമാകുമ്പോൾ നമ്മളിതിലേക്ക് ഫ്രഷ് ആയിട്ട് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂനട്ട് റൈസിൻസും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താലേ നല്ല അടിപൊളി ക്യാരറ്റ് പാലട പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നും ഒരുപോലെയല്ലേ പാലട ഉണ്ടാക്കുന്നത്. ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.